ഹായ് ഫ്രണ്ട്സ്, ഓസ്ട്രേലിയയിലെ ക്രിസ്മസ് എന്നൊക്കെ പറയണില്ലേ നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് പോലെ ഒന്നും കേട്ടോ, ഒത്തിരി വ്യത്യാസമുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യം എടുത്തു പറയണമെന്ന് ക്രിസ്മസ് കരോള. ഡിസംബർ 1 കഴിഞ്ഞു വരുന്ന ശനി ഞായർ ദിവസങ്ങളില്ലേ, 24-ാം തീയതിക്ക് മുമ്പ് വരെ എല്ലാ വീക്കെൻഡുകളിലും ക്രിസ്മസ് കരോളുണ്ടാവും. അങ്ങനെ ഒരു ക്രിസ്മസ് കരോളായിരുന്നു കേട്ടോ ഞങ്ങളുടെ കുടുംബ യൂണിയനിലും ഈ കഴിഞ്ഞ ശനി ഞായറാണ് നടന്നിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഡിസംബർ 24-ാം തീയതി വൈകിട്ടല്ലേ ക്രിസ്മസ് കരോൾ വന്നെ. ഇവിടെയൊക്കെ നേരെ തിരിച്ചാട്ടോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക സമ്മറാ. രാത്രി ആവണമെങ്കിൽ മിനിമം ഒരു 9 മണിയെങ്കിലായാല സന്ധ്യ ആവുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ കരോള് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോയിട്ട് ഒത്തിരി ദൂരമുള്ള കാരണം എല്ലാവരും വണ്ടികളിലായിട്ട് വരുന്നത്. അതുപോലെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി എല്ലാവരും ഒരുമിച്ച് വീട്ടിൽ കയറിയ ശേഷമാണ് കരോൾ പാട്ടുകളും സാന്താക്ലോസിന് ഡാൻസൊക്കെ. വരുന്ന വഴിക്കോ റോട്ടിലൊന്നും വെച്ച് യാതൊരു തരത്തിലുള്ള പരിപാടികളിലുണ്ടോ ആർക്കും യാതൊരു ബുദ്ധിമുട്ടുകളും വരുത്താത്ത രീതിയിലാണ് നമ്മൾ കരോളൊക്കെ നടത്തുന്നത്. അതെന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്നൊക്കെ പോകുന്നതിന് നമുക്ക് നാട്ടിൽ ആ ഒരു ഫീലൊന്നും ഒരിക്കലും മിസ്സാവില്ല. അത്ര പേർത്തും മലയാളികൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഏറ്റവും അവസാനത്തെ വീട്ടിൽ വെച്ചിരുന്നു നമ്മൾ കരോളിൻ്റെ അവസാനത്തെ കലാശക്കൂട്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോമസ് ആൻഡിൻ്റെ വീട്ടിൽ വെച്ച് വന്നിട്ടോ നാടൻ രീതിയിലുള്ള ഫുഡൊക്കെ എടുത്തു. പിള്ളേർക്ക് സെപ്പറേറ്റ് പിസയൊക്കെ ആയിട്ട് ഒരു കിടിലൻ ക്രിസ്മസ് കരോളായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ സെന്റ് മേരീസ് വാർഡിൻ്റെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. Happy